بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും നമ്മൾ അൽഹംദുലില്ലാഹ് തഫ്സീർ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്നായി പഠിക്കുവാനും അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തു അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെ മലയാളത്തിലാക്കി നമ്മൾ പറയാറുണ്ട്. ഖ, ലാം, സാദ് എന്ന മൂന്നക്ഷരങ്ങൾ കൊണ്ട് ഖലസ എന്ന വാക്കാണ് അതിന്റെ അടിസ്ഥാനം. ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാവുക, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയാവുക എന്നാണ് ഇഖ്ലാസ് എന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം. തൗഹീദിന്റെ ഒരു പടി മുകളിലാണ് ഇഖ്ലാസ് ഉള്ളത്. ഒരു പടി മുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ ശിർക്കില്ല, ചെറിയ ശിർക്കുമില്ല. അങ്ങനെ വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നും ഒഴിവായി എല്ലാം അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കുക എന്നതാണ് ഇഖ്ലാസിന്റെ ഉദ്ദേശം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ തൗഹീദുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിയാ ഉള്ള ഒരാളെയും അങ്ങനെ പറഞ്ഞേക്കാം. എന്നാൽ ഒരാൾ മുഖ്ലിസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ഒരു പ്രവൃത്തിയിൽ ശിർക്കാകുന്ന വലിയ ശിർക്കാകുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ പോകുന്ന വലിയ ശിർക്കോ, അതല്ല ഭൗതികമായി ആരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള റിയാ, അതുപോലെ ആളുകൾ പറയട്ടെ, സുമഅത്ത്, കീർത്തി ഉദ്ദേശിക്കുക, അത് ശിർക്കുൻ അസ്ഗർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ ശിർക്ക്. അതിൽ നിന്നും മുക്തമായ അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ പ്രസിദ്ധമായ സഹീഹിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന് തുടങ്ങുന്ന ഹദീസ്. ഇഖ്ലാസിനെ കുറിച്ചാണ് അത് പറയുന്നത്. ഓരോ മനുഷ്യനും അയാൾ എന്താണ് ഉദ്ദേശിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് സുലുസുൽ ഇസ്ലാം ആണ്. ആ ഹദീസ് ഇസ്ലാമിന്റെ സുലുസാണ്, മൂന്നിലൊന്നാണ്. ഇഖ്ലാസ് എന്നു പേരുള്ള ഈ സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നാണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്ത് അതിന്റെ പ്രത്യേകതകൾ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ഓതിയിട്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. قل هو. വാവ് ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ വ എന്ന് മുകളിലത്തെ പല്ല് താഴെയുള്ള ചുണ്ടിന് തട്ടിച്ച് പറയാറുണ്ട്. അങ്ങനെയല്ല, വ എന്ന് ഉച്ചരിക്കണം. ഖുൽ ഹുവ. അള്ളാഹു എന്ന് പറയുന്നത് പല ആളുകൾക്കും തെറ്റാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് ഉച്ചരിക്കേണ്ടത് ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒന്ന് ലാ എന്ന് പറഞ്ഞു നോക്കുക. ലാ അവിടെ തന്നെ നാവ് വെച്ചിട്ടാണ് അള്ളാഹു എന്ന് പറയേണ്ടത്, പല്ലിനെ തട്ടിച്ചിട്ടല്ല പറയേണ്ടത്. അള്ളാഹു. ഖുൽ ഹുവ അല്ലാഹു അഹദ്. അവസാനത്തെ ദാൽ അത് കേൾപ്പിക്കണം, അതിനെ ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരങ്ങളിൽ ഒന്നാണ് ദാൽ.
ഖാഫ് താ ബാ ജീം ദാൽ ഖുതുബുജ്ജത്ത് അതിൽപ്പെട്ട അക്ഷരമാണ് ദാൽ. അപ്പോ അതിന് സുക്കൂന് കൊടുത്താലും അഹദ് എന്ന് തന്നെ ഉച്ചരിക്കണം. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖാഫ് കാഫ് ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ്. ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫാണ്, യകുൻ എന്ന് പറയുമ്പോൾ കാഫാണ്. യകുൽ ലഹു കുഫുവൻ അത് കാഫാണ്. ഇത് അക്ഷരങ്ങൾ നന്നായി ശരിയായി ഉച്ചരിച്ചാൽ മാത്രമേ അർത്ഥവും ശരിയാവുള്ളൂ. ശ്രദ്ധിക്കണം. കാരികളുടെ ഓത്ത് ധാരാളമായി കേട്ട് ശരിയാക്കേണ്ടതാണ്. സൂറത്തുൽ ഫാത്തിഹ പോലും ഓതുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതിലെ തെറ്റുകൾ സൂചിപ്പിക്കാൻ വേണ്ടി, ഓത്തിലുള്ള തെറ്റുകൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പുസ്തകങ്ങൾ പോലും രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ആളുകൾക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് കേട്ടു പഠിക്കണം. പരിശുദ്ധ ഖുർആൻ ഓതുന്ന കാരികളുടെ, പ്രസിദ്ധരായ കാരികളുടെ ഓത്ത് കേട്ട് തന്നെ നമ്മൾ പഠിക്കണം. ശരിക്ക് ശരിയാക്കണം. അത് ഓതി ശീലിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ ഓതിയാൽ പോരാ. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സൂറത്ത് ഖുൽ എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ പറയുക, ഹുവ. എന്താണ് ഹുവ എന്ന് പറഞ്ഞാൽ? അവൻ. ഹുവ അല്ലാഹു അഹദുൻ. അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ. അല്ലാഹു അഹദാൻ. അല്ലാഹു അസ്സമദ്. അല്ലാഹു സമദാൻ. എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ? അല്ലദീ യസ്മദു ഇലൈഹിൽ ഖൽഖു. പടപ്പുകളെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നവൻ അവനാണ് സമദ്. അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല താൻ. ലം യലിദ്. ലം യലിദ് എന്താണ് അർത്ഥം? അവൻ ജനിപ്പിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. ലം യലിദ് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചിട്ടില്ല. വലദ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്നാണ് അർത്ഥം. വലദ അതിന്റെ മുബാരിയാണ് യലീദു. ലം എന്നതുകൊണ്ട് യലീദ് എന്ന് സുക്കൂനാക്കി അവസാനം. ലം എന്ന് വന്നാൽ അതിന് ശേഷമുള്ള പിന്നെ ക്രിയ സൂചിപ്പിക്കുന്ന വാക്കിന്റെ അവസാനം സുക്കൂൻ കൊടുക്കും. ലം യലിദ് അവൻ പ്രസവിച്ചിട്ടില്ല എന്നാണ് സാധാരണ യലീദ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇവിടെ അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് സന്താനമുണ്ട്, വലതുണ്ടെന്ന് എന്ന് പറയുന്നവർക്ക് ഉള്ള റദ്ദാണ്. ലം യലിദ് വലം യൂലദ് അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ജനിച്ചുണ്ടായവനല്ല. മറിച്ച് ഹുവൽ ഔവൽ വൽ ആഖിർ വല്ലാഹിർ വൽ ബാത്തിൻ. അള്ളാഹ്ക്ക് മുമ്പ് എന്നൊരവസ്ഥയിൽ തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹിനെ പടച്ചതാര് എന്ന പിശാചിന്റെ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? മുമ്പ് ശേഷം എന്ന് പറയുന്നത് ആർക്കാണ്? നമുക്കാണ്. മുമ്പ് ശേഷം എന്നതിന് പടച്ചതാരാണ്? അള്ളാഹുവാണ്. പിന്നെ അള്ളാഹ്ക്ക് മുമ്പുണ്ടോ? ഇല്ല. ഹുവൽ ഔവൽ അവനാണ് മുമ്പേ ഉള്ളവൻ, അവൻ ആദ്യമേ ഉള്ളവൻ. വൽ ആഖിർ അവൻ അവസാനമില്ലാത്തവനാണ്, അവൻ ആഖിറാണ്. വല്ലാഹിർ വൽ ബാത്തിൻ. സുബ്ഹാനല്ലാഹ്. ലം യലിദ് വലം യൂലദ് അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവൻ ജനിച്ചുണ്ടായവനുമല്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്. അവന്റെ ഇല്ലായ്മ എന്നൊരവസ്ഥയില്ല, അവൻ ഉള്ളവനാണ്. ഈ സൂറത്തിന്റെ തഫ്സീറിലേക്ക് കടക്കാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ആദ്യം തന്നെ പറയുകയാണ്, ദിക്റു സബബി നുസൂലിഹാ. സബബുൻ നുസൂൽ കേട്ടിട്ടുണ്ടാവും, ഇറങ്ങാനുള്ള കാരണം. സബബുൻ നുസൂൽ. روى أحمد عن أبي العالية عن أبي بن كعب. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, أن المشركين قالوا للنبي صلى الله عليه وسلم. മുശ്രിക്കുകൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇൻസിബ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ, നിന്റെ റബ്ബിന്റെ നസബൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ. ആരാണ് നിന്റെ റബ്ബ്? ഫഅൻസല അല്ലാഹു തആല. നിന്റെ റബ്ബിന്റെ നസബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പരമ്പര ഒന്ന് പറഞ്ഞു തരാൻ. സുബ്ഹാനല്ലാഹ്. നിന്റെ റബ്ബിന്റെ പരമ്പര ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ. റബ്ബ് എങ്ങനെ ഉണ്ടായി എന്നാണ് അവരുടെ ചോദ്യം. ഫഅൻസല അല്ലാഹു തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അള്ളാഹിന്റെ പരമ്പര ചോദിക്കാണ് അവർ. മനുഷ്യന്മാർക്ക് നസബ് പറയുമല്ലോ അവര്, അല്ലെ? ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ, ഇന്നാള് എന്ന് പറയും. ഇതുപോലെ അവർ അള്ളാഹുവിന്റെ നസബ് ചോദിക്കുകയാണ്. ഫഅൻസല അല്ലാഹു തആല. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി ഇറക്കിയിട്ടുള്ളത്. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇത്രയാണുള്ളത്. എന്നാൽ ഇമാം തിർമിദിയും ഇമാം ഇബ്നു ജരീറും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ അത് റസൂലുള്ളാഹിയിലേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് അബുൽ ആലിയ എന്ന ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള ആൾ പറഞ്ഞതാവാനാണ് ശരിയായ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അസ്സമദ് അതിലിങ്ങനെ കൂടി വന്നിരിക്കുന്നു. അസ്സമദ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീ ലം യലിദ് വലം യൂലദ്. സമദിന്റെ വിശേഷണമാണ് അല്ലദീ ലം യലിദ് വലം യൂലദ്. ലിഅന്നഹു ലൈസ ശൈഉൻ യൂലദു ഇല്ലാ സയമൂത്ത്. കാരണം എന്താണ്? ജനിച്ച ഒരു വസ്തുവുമില്ല മരിക്കാത്തതായി. ജനിച്ചതെല്ലാം മരിക്കും, പക്ഷെ അള്ളാഹു ജനിച്ചവനല്ല. ലിഅന്നഹു ലൈസ ശൈഉൻ യൂലദു ഇല്ലാ സയമൂത്ത്. ജനിച്ചിട്ടുണ്ടോ എന്താവും? മരിക്കും, യാതൊരു സംശയമില്ലാതെ. വലൈസ ശൈഉൻ യമൂതു ഇല്ലാ സയൂറസ്. മരിക്കുന്ന ഒരാളുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തരമായി ഒരാൾ വരും, പകരം ഒരാൾ വരും. അയാളുടെ പദവി, അയാളുടെ ജോലിയും അയാളുടെ സ്വത്തും ഒക്കെ ഏറ്റെടുത്തിട്ട് അയാളുടെ സ്ഥാനത്തേക്ക് ഒരാൾ വരും. അങ്ങനെ ഇല്ലാതെ ഒരാളുമില്ല. വഇന്നല്ലാഹ ലാ യമൂതു വലാ യൂറസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചിട്ടില്ല, അവൻ മരിക്കുകയില്ല. അവനെ അതുകൊണ്ട് തന്നെ അവന് പകരം അവന്റെ അനന്തരമെടുത്ത് ഒരാൾ വരികയുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യമായി ഒരാളും തന്നെയില്ല. വലം യകുൽ ലഹു, അവന് ഇല്ല, അവനുണ്ടാവത്തില്ല, അവനുണ്ടാവുകയുമില്ല. കുഫുവൻ, അവന് തുല്യനായി, അഹദുൻ ഒരാളും. വലം യകുൽ ലഹു ശിബുഹുൻ വലാ അദുലുൻ വലൈസ കമിസ്ലിഹി ഷൈഉൻ. അവന് പകരക്കാരനില്ല, അവനെ പോലെ ആരുമില്ല, അവന് സാദൃശ്യമായി ആരുമില്ല, അവനെ പോലെ ഒരാളും വരാനില്ല. ഇതാണ് ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കി അതിന്റെ വിശദീകരണം അബുൽ ആലിയ പറഞ്ഞതായിട്ടാണ് സഹീഹായി വന്നിട്ടുള്ളത്. ഇനി ഇമാം ഇബ്നു കസീർ പറയുകയാണ്, വമിമ്മാ സഹഹ ഫീ ഫദ്ലിഹാ. ഈ സൂറത്തിന്റെ ഫളാഇൽ, ശ്രേഷ്ഠതകളിൽപ്പെട്ട സഹീഹായി വന്ന ചില സംഭവങ്ങൾ പറയുകയാണ്. റവൽ ബുഖാരിയു അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രാ സംഘത്തെ അയക്കുകയുണ്ടായി. റസൂൽ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. വകാന ബഅസ റജുലൻ അലാ സരിയ. ഒരു മനുഷ്യനെ ഒരു യാത്രാ സംഘത്തിന്റെ നേതാവായി അയക്കുകയുണ്ടായി, ഒരു സംഘത്തിന്റെ. وكان يقرأ لأصحابه في صلاتهم ويختم بقل هو الله أحد. ഈ മനുഷ്യൻ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നിൽക്കും. വയഖ്തിം, എന്നിട്ട് നമസ്കാരത്തിൽ ഓതും. എന്നിട്ട് ആ നമസ്കാരം അവസാനിപ്പിക്കും ബിഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദിനെ കൊണ്ട്. അഥവാ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമെന്നാണ് ഈ ഹദീസിനെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു പുസ്തകത്തിൽ വിശദീകരിച്ചതായി കാണുന്നത്. അദ്ദേഹത്തിന്റെ ഫതാവ തതഅല്ലഖു ബിസ്സലാഹ് എന്ന ചെറിയൊരു പുസ്തകം, അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ചുള്ള ഫത്വകൾ ക്രോഡീകരിച്ച ചെറിയൊരു പുസ്തകം. അതിൽ അദ്ദേഹം സാധാരണ നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ സൂറത്ത് ഓതണ്ടുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3ഉം 4ഉം ഒക്കെ ഓതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3 റക്അത്തുള്ള നമസ്കാരത്തിൽ 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാം. 4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ 3ലും 4ലും സൂറത്തുകൾ ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതായി സഹിഹായ സംഭവങ്ങളുണ്ട്. അതോടൊപ്പം ഇതും ഷെയ്ഖ് ഇബ്നു ബാസ് എടുത്തു കൊടുത്തത് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഫത്വയിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അതൊരു തെറ്റിദ്ധാരണയാണ്. 3ലും 4ലും സൂറത്ത് ഓതേണ്ടതില്ല എന്നുള്ളത്. റസൂൽ ഓതിയിട്ടുണ്ട്, ഓതാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹാബി അവർക്ക് വേണ്ടി നിസ്കരിക്കും, എന്നിട്ട് നമസ്കാരം അവസാനിപ്പിക്കും ഖുൽ ഹുവല്ലാഹു അഹദ് കൊണ്ട്. അവസാനത്തെ റക്അത്തിൽ അത് ഓതും. ഫലമ്മാ റജഉ, എല്ലാ നിസ്കാരത്തിലും അല്ലെങ്കിൽ സൂറത്തുകൾ ഓതി അതിന്റെ അവസാനത്തിൽ ഖുൽ ഹുവല്ലാഹു ഒരു സൂറത്ത് ഓതി അവസാനം എന്ത് ചെയ്യും? വീണ്ടും ഖുൽ ഹുവല്ലാഹു അഹദ് വീണ്ടും ഓതും. അങ്ങനെയാവാം. അങ്ങനെ വ്യക്തമായി വന്ന വേറൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഇൻഷാ അല്ലാഹ് വരും. ഫലമ്മാ റജഉ, അവർ മടങ്ങിയപ്പോൾ ദക്കറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മടങ്ങി വന്നപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു, സഹാബിമാർ പറഞ്ഞു കൊടുത്തു. ഫഖാൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സലൂഹ്, നിങ്ങൾ അയാളോട് ചോദിക്കുക. ഈ ഇമാമായി നിന്ന മനുഷ്യരുണ്ടല്ലോ, അയാളോട് നിങ്ങൾ ചോദിക്കുക, ലിഅയ്യി ശൈഇൻ യസ്നഉ ദാലിക്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് അയാളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഫഖാൽ, ഈ മനുഷ്യനോട് പോയി ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അത് റഹ്മാന്റെ സിഫത്താണ്, റഹ്മാനായ റബ്ബിന്റെ സിഫത്താണ്, അവനുള്ള വിശേഷണമാണ്, അവന്റെ വിശേഷണങ്ങളാണ് ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്, അവന്റെ മഹത്വമേറിയ വിശേഷണങ്ങൾ, അതുകൊണ്ട് അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇയാളെ മറുപടി പറഞ്ഞത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മറുപടി റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഖ്ബിറൂഹ്, നിങ്ങൾ ആ മനുഷ്യനെ അറിയിച്ചേക്കുക, അയാളോട് നിങ്ങൾ പോയി പറയുക, അന്നല്ലാഹ തആല യുഹിബ്ബുഹു, അല്ലാഹു ആ മനുഷ്യനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ ഹുബ്ബ് അയാൾക്ക് കിട്ടിയെന്ന് അയാൾ അറിയിച്ചേക്കുക. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ ഫضലാണ് അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു സ്നേഹിച്ചാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു പറയും, യാ ജിബ്രീൽ, ഇതാ ഇന്നൊരു മനുഷ്യനെ, ഭൂമിയിൽ ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ജിബ്രീൽ അത് ആകാശ ലോകത്തുള്ള കോടാനു കോടി മലക്കുകളെ വിളിച്ചു പറയും, ഇതാ നീ അവനെ ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീലിനോട് അള്ളാഹു പറയും. ജിബ്രീൽ അവനെ സ്നേഹിക്കും. എന്നിട്ട് ജിബ്രീൽ ആകാശത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബൂഹ്, നിങ്ങൾ ഇതാ അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ സ്നേഹിക്കുക. എത്രയോ മലക്കുകൾ ഈ മനുഷ്യനെ സ്നേഹിക്കും. പിന്നെ ദുനിയാവിൽ ആര് വെറുത്താലെന്താ? ദുനിയാവിൽ ഏത് ചപ്പും ചവറും വെറുത്താലെന്താ? ഇല്ല, ദുനിയാവിലുള്ള ആളുകൾ അവരും അങ്ങനെ വെറുക്കുകയില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ തൂദഉ ലഹുൽ ഖബൂലു ഫിദ്ദുനിയ, കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ പിന്നീട് അള്ളാഹു ഭൂമിയിലും അവന് സ്വീകാര്യത കൊടുക്കും. ശത്രുക്കൾ ഉണ്ടാവും, അത് വേറെ കാര്യം. നബിമാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടാവും. പക്ഷെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അവനെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അള്ളാഹു സ്നേഹിച്ചാൽ അതാണ്. അള്ളാഹു സ്നേഹിച്ചാൽ മാത്രമല്ല അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതിന്റെ ബാക്കി അതാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക, നബിയോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെട്ടതാണ്. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹ് സ്നേഹിച്ചാലോ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾക്ക് പുറത്തുതരും. അള്ളാഹ് സ്നേഹിക്കുന്നവരുടെ അബദ്ധങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കും, അള്ളാഹ് ശിക്ഷിക്കുകയില്ല. അതാണ് ജൂതന്മാർ, നസാറാക്കൾ, വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ സ്നേഹജനങ്ങളാണ്, അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ അള്ളാഹു അവരോട് മറുപടി പറഞ്ഞത് എന്താണ്? ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും, പിന്നെ എന്തിന് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കണം? അപ്പൊ എന്താണ്? അള്ളാഹു സ്നേഹിക്കുന്നവരൊരിക്കലും അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറയുന്നത്. അള്ളാഹുവിന്റെ സ്നേഹം അയാൾക്ക് കിട്ടിയെന്ന് അയാൾ അറിയിച്ചേക്കൂ എന്ന് ഈ സൂറത്ത്, മഹത്തായി ഈ സൂറത്ത് ധാരാളമായി പാരായണം ചെയ്ത ആ മനുഷ്യനെ, നമസ്കാരത്തിൽ അവസാനിപ്പിച്ച, വേറെ സൂറത്തുകൾക്ക് പിന്നാലെ ഓതിയ ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ പറയുകയാണ്. വേറെന്ത് വേണം ഈ സൂറത്തിന്റെ ഫضലായി? ഇത് തന്നെ മതി. ഇനി നോക്കൂ, വഖാല അൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്നു, عن أنس رضي الله عنه قال كان رجل من الأنصار يؤمهم في مسجد قباء. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുബാ പള്ളിയിൽ വെച്ച്, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ച പള്ളിയാണ്. ഏത് പള്ളി? ഖുബായിലെ പള്ളി. ഖുബാ എന്ന സ്ഥലത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മസ്ജിദ് നബവി അല്ല കേട്ടോ, ഖുബായിലെ പള്ളി. ആ പള്ളിയിൽ അൻസാരികളിൽപ്പെട്ട ഒരാൾ ഇമാമായി നിൽക്കുമായിരുന്നു. തഖ്വയുടെ മേൽ ഉയർത്തപ്പെട്ട പള്ളി എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച പള്ളിയാണത്. ثم يقرأ سورة أخرى معها. ആ ഖുബായിൽ ഒരു, ഞാൻ വായിച്ചത് എളുപ്പം കടന്നുപോയി, ഖുബായിലെ പള്ളിയിൽ ഒരു മനുഷ്യൻ ഇമാമ് നിൽക്കുമായിരുന്നു. فكان كلما افتتح سورة يقرأ بها لهم في الصلاة مما يقرأ به افتتح بقل هو الله أحد حتى يفرغ منها. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾ ഖുബായിലെ പള്ളിയിൽ ഇമാമ് നിൽക്കും, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ, നിസ്കാരത്തിൽ ഖുർആൻ ഓതുമല്ലോ, സൂറത്തുൽ ഫാത്തിഹ ഓതി, എന്നിട്ട് ഏത് സൂറത്ത് ഓതുക? ഖുൽ ഹുവല്ലാഹു അഹദ്.
ഹത്താ യഫ്റഗു മിൻഹാ, എന്നിട്ട് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞ ശേഷം മാത്രമേ സുമ്മ യഖ്റഉ സൂറത്തുൻ ഉഖ്റാ മഅഹാ, എന്നിട്ട് വേറൊരു സൂറത്ത് ഓതും. ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും ആദ്യം, എന്നിട്ട് മാത്രമേ വേറെ ഏതെങ്കിലും സൂറത്ത് ഓതുള്ളൂ. ഏത് നിസ്കാരത്തിലും ഇങ്ങനെ, എല്ലാ നിസ്കാരത്തിലും. അപ്പോൾ എന്തുണ്ടായി? വകാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ, മാത്രമല്ല എല്ലാ റക്അത്തിലും ഇങ്ങനെ ചെയ്യും. ഫകല്ലമഹു അസ്ഹാബുഹു ഫഖാലു, അപ്പോൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, എന്നിട്ട് വേറെ സൂറത്ത് ഓതും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, ആ പള്ളിയിലുള്ള ആളുകൾ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നക തഫ്തതിഹു ബിഹാദിഹി സൂറ ثم لا ترى انها تجزئك حتى تقرأ بالأخرى. നിങ്ങൾ എല്ലാ നിസ്കാരത്തിൽ ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, എന്നിട്ട് അതുകൊണ്ട് നിർത്തൂല്ല, വേറെ സൂറത്ത് ഓതും. فإما أن تقرأ بها وإما أن تدعها وتقرأ بأخرى. ഒന്നിക്കൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മാത്രം ഓതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അത് ഒഴിവാക്കി വേറെ സൂറത്ത് ഓതുക എന്ന് ഈ ആളുകൾ ആരോട് പറഞ്ഞു? ഇദ്ദേഹത്തോട് പറഞ്ഞു. ഈ ഖുബായിലെ പള്ളിയിലെ അൻസാരികളിൽപ്പെട്ട ഇമാമിനോട് പറഞ്ഞു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, മാ അന ബിതാരിക്കുഹ, ഇല്ല, ഞാനിത് ഉപേക്ഷിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇൻ അഹ്ബബ്തും അൻ അഉമ്മകും ബിദാലിക ഫഅൽത് വഇൻ കരിഹ്തും തറക്തുകും. നിങ്ങൾക്ക് പറ്റുമോ ഞാൻ ഇമാമെന്ന് നിന്നോളാം? നിങ്ങൾക്ക് ഉറപ്പാണോ ഞാൻ ഇമാമക്കില്ല? നിങ്ങൾ വേറെ ആരെങ്കിലും നിർത്തിച്ചോളൂ എന്നാര് പറഞ്ഞു? അദ്ദേഹം പറയും, ഇമാമിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണം. മനസ്സിലല്ലേ? ഇമാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കണം, ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും. പക്ഷെ പല പള്ളിയിൽ ഇമാമിങ്ങൾ എന്താണ്, ശരീരം കൊണ്ട് മാത്രമേ മുന്നിലുള്ളൂ, ബാക്കി ജനങ്ങളുടെ പിന്നിലാണ്. അങ്ങനെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നത്, അവരെ ഒരു എന്താ പറയാ പിന്നോക്ക ജാതിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ പാടില്ല. ഇമാമിങ്ങൾ പറഞ്ഞാൽ മഅ്മൂമിങ്ങളുടെ തെറ്റ് തിരുത്തി കൊടുക്കുകയും അവർക്ക് നമസ്കാരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം, ആത്മാഭിമാനമുള്ള ആളുകളായിരിക്കണം ഇമാമുകൾ, ഇൽമുള്ള ആളുകളായിരിക്കണം. ഈ സഹാബി പറയുന്നു, നോക്കൂ, ഞാനിങ്ങനെ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് വേണോ ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് ഉറപ്പാണോ ഞാൻ ഒഴിവായിക്കോളാം, നിങ്ങൾ വേറെ ആളെ നിർത്തിച്ചോളൂ എന്ന് ഇദ്ദേഹം പറഞ്ഞു. വകാനു യറൗന അന്നഹു മിൻ അഫ്ദലിഹിം. സഹാബിമാരെ നമ്മളെപ്പോലത്തെ ആൾക്കാരല്ലല്ലോ, അതുകൊണ്ട് അവർ ഇദ്ദേഹത്തെ കണ്ടിരുന്നത് അവരുടെ ഏറ്റവും അഫ്ളലായ മനുഷ്യനായിട്ടാണ്, അവരിലെ വളരെ ശ്രേഷ്ഠനായ മനുഷ്യനായിട്ടാണ് ഇദ്ദേഹത്തെ അവർ കണക്കാക്കിയിരുന്നത്. ദീനിന്റെ അടിസ്ഥാനത്തിൽ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ. നമ്മളോട് ഇങ്ങനെ പറയാനായോ എന്ന് അല്ല അവർ ചിന്തിച്ചത്. വകരിഹു അൻ യഉമ്മഹും ഗൈറുഹു, അദ്ദേഹമല്ലാതെ വേറെ ആരെങ്കിലും ഇമാമത്ത് നിൽക്കുന്നവർക്ക് അതുകൊണ്ട് ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അദ്ദേഹത്തെ തന്നെയാണ് അവിടെ ഇമാമത്ത് നിർത്തിച്ചത്. ഫലമ്മ അതാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറൂഹുൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവിടത്തേക്ക് വന്നപ്പോൾ, റസൂലുള്ള ഖുബായിലെ പള്ളിയിലേക്ക് വന്നപ്പോൾ, അഖ്ബറൂഹുൽ ഖബർ, ഇവരെന്ത് ചെയ്തു? ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ഇമാം ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തു. ഫഖാൽ, അപ്പൊ റസൂലുള്ള വിളിച്ചു, യാ ഫുലാൻ, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചത്, ഇങ്ങോട്ട് വരൂ. മാ യംനഉക അൻ തഫഅല മാ യഅമുറുക ബിഹി അസ്ഹാബുക. എന്താ നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ കാരണം? നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് മാറ്റാൻ, അങ്ങനെ ചെയ്യാതിരിക്കാൻ, ഇവരനുസരിക്കാതിരിക്കാൻ എന്താണ് താങ്കൾക്ക് പ്രേരകമായത്? വമാ ഹമലക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫീ കുല്ലി റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എന്തുകൊണ്ടാണ് എല്ലാ റക്അത്തിലും ഈ സൂറത്ത് തന്നെ നിങ്ങൾ ഓതുന്നത്? ഖാല ഇന്നി ഉഹിബ്ബുഹാ. ഈ മനുഷ്യൻ എന്താണ് മറുപടി പറഞ്ഞത്? എനിക്ക് ആ സൂറത്ത് ഇഷ്ടമാണ്, എനിക്ക് ആ സൂറത്തിനോട് ഹുബ്ബാണ്, മഹബ്ബത്താണെന്ന് ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ഖാൽ, റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നോക്കണം ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതയാണ്. രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ളത്. ആദ്യത്തെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ അറിയിച്ചേക്കുക അള്ളാഹു അയാളെ സ്നേഹിക്കുന്നു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആ സൂറത്തിനോടുള്ള സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഓതിപ്പടിക്കുന്ന ഒരു മുസ്ലിം വീട്ടിൽ ചെറിയ കുട്ടിക്ക് വരെ ഓതാനറിയുള്ള സൂറത്താണ്. ഈ സൂറത്തിന്റെ ഫളായിലാണ് പറഞ്ഞു വരുന്നത്. രണ്ട് സംഭവങ്ങൾ സഹോദരങ്ങളെ മറക്കരുത്. നമ്മുടെ മനസ്സിലെപ്പോഴും കേൾക്കുന്ന ഹദീസുകൾ, അതിന്റെ ലഫ്ള് അങ്ങനെ തന്നെ പഠിക്കലാണ് ഏറ്റവും ഉത്തമം.
എന്റെ ലഫ്ള് പഠിക്കാൻ, എന്റെ വാക്കുകൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആശയം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, അത് മനസ്സിലുറപ്പിക്കുക. രണ്ട് സംഭവങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കൂ, ഫീ കൗനിഹാ തഅദിലു സുലുസുൽ ഖുർആൻ. ഇനി ഈ സൂറത്ത് സുലുസുൽ ഖുർആനാണ്, ഖുർആനിന്റെ 1/3 എന്നതിന് ഉള്ള തെളിവുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്, റവൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ളതാണ്. عن أبي سعيد أن رجلا سمع رجلا يقرأ قل هو الله أحد يرددها. അബൂ സഈദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയുണ്ടായി ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത്, മാത്രമല്ല യുറദ്ദിദുഹ, ആവർത്തിച്ച് ആ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയുണ്ടായി. ഇതും ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ളതാണ്. ഫലമ്മ അസ്ബഹ് ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹ്. രാവിലെ ആയപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു മനുഷ്യൻ ആവർത്തിച്ച് ഈ സൂറത്ത് ഓതുന്നത് കേൾക്കാനിടയായത്. വകഅന്ന الرجل يتقالها, ആ മനുഷ്യൻ ആ സൂറത്ത് എന്തോ അത് ചെറുതാണ് എന്ന നിലക്ക് ഓതുന്നത് പോലെ, അത് വലിയൊരു ശ്രേഷ്ഠതയൊന്നുമില്ല എന്ന നിലക്ക് ചെയ്യുന്നത് പോലെ. فقال النبي صلى الله عليه وسلم, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, എന്റെ ആത്മാവ് നഫ്സാരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം, ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിന്റെ 1/3 തൂക്കമാണ് ഇതിനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 30 ജുസ് ഉണ്ടല്ലോ അല്ലെ, 10 ജുസിന്റെ ശ്രേഷ്ഠതയുണ്ട് സൂറത്തുൽ ഇഖ്ലാസ്, ഈ ഒറ്റൊരു സൂറത്തിന്, ചെറിയ സൂറത്തിന്. ഇനി നോക്കൂ, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. وروى البخاري عن أبي سعيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم لأصحابه. ഈ സഹാബി തന്നെ പറയുന്നു, അബൂ സഈദ് തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, അയഅജിസു അഹദുക്കും അൻ യഖറഅ സുലുസൽ ഖുർആനി ഫീ ലൈല. നിങ്ങൾക്ക് കഴിയുമോ ഒരു രാത്രി പരിശുദ്ധ ഖുർആന്റെ 1/3 ഓതാൻ? 1/3 10 ജുസ് ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. അത് നിങ്ങൾക്ക് ക്ഷീണുണ്ടാക്കുമോ അങ്ങനെ ചെയ്യാൻ? ഫശഖ്ഖ ദാലിക അലൈഹിം. അപ്പൊ എല്ലാവരും ഇതിങ്ങനെ കേട്ടപ്പോ എല്ലാ സഹോദരൻ നിർബന്ധമാണോ എന്നൊറ്റ വിചാരിച്ചിട്ട് അവർക്കത് പ്രയാസം ഉണ്ടായി. വഖാല, അവർ പറഞ്ഞു, അയ്യുനാ യുത്തിഖു ദാലിക യാ റസൂലല്ലാഹ്, നമ്മൾ ആർക്കാണ് നബിയെ അത് എളുപ്പമാവുക? 10 ജുസ് എല്ലാ രാത്രി ഓതാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ എന്ന് പറഞ്ഞു. സഹാബിമാര് വളരെയധികം പരിശുദ്ധ ഖുർആൻ ഓതാറുണ്ടായിരുന്ന ആളുകളാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസത്തിൽ കുറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, തീർക്കരുതെന്ന്. 3 ദിവസത്തിൽ കുറഞ്ഞിട്ട് തീർക്കരുത്. അപ്പൊ അത്രയും വേഗം തീർക്കുന്ന ആളുകളാണ് അവർ. പക്ഷെ ഒരു പക്ഷേ നിർബന്ധമായേക്കാം എന്ന് വിചാരിച്ചിട്ടോ മറ്റോ ആയിരിക്കാം സഹാബിമാരി മറുപടി പറഞ്ഞത്. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അതിനെ പറ്റി പറഞ്ഞതാണ്. എന്താണ് അല്ലാഹുൽ വാഹിദുസ് സമദ്? ഇത് പറഞ്ഞ സൂറത്തുണ്ടല്ലോ, അത് സുലുസുൽ ഖുർആൻ. അപ്പൊ ഓതിയാ മതി. എന്ത് കിട്ടും? 10 ജുസ് ഓതിയ, പരിശുദ്ധ ഖുർആന്റെ 1/3 ഓതിയ ശ്രേഷ്ഠത കിട്ടും അത് ഓതിയാൽ. മനസ്സിലല്ലേ? പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതാൻ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് ഇത്രയും ശ്രേഷ്ഠതയുണ്ട്, അതങ്ങനെ തന്നെ മനസ്സിലാക്കാം. وروى مسلم والترمذي عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ പറയുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഉഹ്ശുദു, നിങ്ങളെല്ലാവരും വരൂ, ഇവിടെ കൂടിയിരിക്കൂ. ഫഇന്നി സഅഖറഉ അലൈക്കും സുലുസൽ ഖുർആൻ. ഞാനിതാ നിങ്ങൾക്ക് ഖുർആനിന്റെ 1/3 ഓതിത്തരാൻ പോവുകയാണ്, എല്ലാവരും വരും ഇരിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു വരൂ. ഫഹശദ മൻ ഹശദ്. അപ്പോൾ കൂടിയവരവിടെ കൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അവിടെ കൂടിയിരുന്നു, സഹാബിമാർ അവിടെ കൂടിയിരുന്നു. ثم خرج نبي الله صلى الله عليه وسلم فقرأ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു, ഹുജറത്ത് നബിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് ثم دخل. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നബിയുടെ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. ഫഖാല ബഅദുനാ ലിബഅദ്. അബൂ ഹുറൈറ പറയുന്നു, അപ്പോൾ ഞങ്ങളിൽ ചിലരോട് പറഞ്ഞു, സഹാബിമാർ പരസ്പരം പറഞ്ഞു,
قال رسول الله صلى الله عليه وسلم فإني سأقرأ عليكم ثلث القرآن. റസൂൽ പറഞ്ഞത് ഖുർആന്റെ 1/3 ഓതിത്തരാന്ന് പറഞ്ഞിട്ടല്ലേ നബി വന്നത്. ഇന്നി ലഉറ ഹാദാ ഖബറൻ ജാഅ മിനസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ വഹി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് പോയത്. പെട്ടെന്ന് വഹി വന്നിട്ട് റസൂലുള്ളാഹ് പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സഹാബിമാർ പരസ്പരം പറഞ്ഞു. ثم خرج نبي الله صلى الله عليه وسلم. പിന്നെ നബി റൂമിൽ നിന്ന് വീണ്ടും പുറത്തു വന്നു. ഫഖാൽ എന്നിട്ട് പറഞ്ഞു ഇന്നി ഖുൽതു സഅഖറഅ അലൈക്കും സുലുസൽ ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ 1/3 നിങ്ങൾക്ക് ഓതിത്തരാം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അലാ വ ഇന്നഹ തഅദിലു സുലുസൽ ഖുർആൻ. അറിയണം ഇത് ഏതാണ് ഓതിയത്? ഖുൽ ഹുവല്ലാഹു അഹദ്. അത് പരിശുദ്ധ ഖുർആനിന്റെ 1/3 സമമാണ്. ഇത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ് അബൂ ഹുറൈറയിൽ നിന്ന്. നേരത്തെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ. وروى أحمد والنسائي عن أبي بن كعب أن رجل من الأنصار قال رسول الله صلى الله عليه وسلم. ഉബൈ ഇബ്നു കഅബ് അല്ലെങ്കിൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഉദ്ധരിക്കുകയുണ്ടായി. ഇമാം അഹ്മദും നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു മൻ ഖറഅ ബിഖുൽ ഹുവല്ലാഹു അഹദ് ഫകഅന്നമാ ഖറഅ ബിസുലുസിൽ ഖുർആൻ. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവൻ പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഓതിയതുപോലെയാണ്. കുറച്ചുകൂടി വ്യക്തമായി റസൂലുള്ളാഹി പറയുകയാണ്. ഇനി നോക്കൂ. വറവ അഹ്മദ് വമുസ്ലിം വന്നസായി അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞു അയഅജിസു അഹദുകും അൻ യഖറഅ കുല്ല യൗമിൻ സുലുസൽ ഖുർആൻ. നിങ്ങളിൽ ആർക്കെങ്കിലും എല്ലാ രാത്രിയിലും സുലുസുൽ ഖുർആൻ ഖുർആന്റെ 1/3 ഓതാൻ സാധിക്കുമോ? അത് പ്രയാസമാവുകോ? ഖാലു അവർ പറഞ്ഞു നഹ്നു അളഅഫു മിൻ ദാലിക വഅജസ്. നബി അത് എല്ലാ രാത്രി ഓതാൻ ഞങ്ങൾക്ക് കഴിഞ്ഞോളണമെന്നില്ല, ചിലപ്പോ പ്രയാസമായേക്കാം. ഖാല ഫഇന്ന അല്ലാഹ ജസ്സഅ അൽ ഖുർആന 3 അജ്സാ. റസൂലുള്ളാഹി പറഞ്ഞു തീർച്ചയായും അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ 3 ഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. ഫഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആൻ. അല്ലാഹു ഖുർആനെ 3 ഭാഗമാക്കി തിരിച്ചു. അതിലൊരു ഭാഗമാണ് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്. നോക്കണം, ഇത്രയും ഹദീസുകൾ ഒരുപാട് സഹാബിമാർ അബൂ സഈദ്, അബൂ ഹുറൈറ, അബൂ ദർദ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം മുസ്ലിം, ഇമാം അഹ്മദ്, ഇമാം നസായി ഇവരൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ അറിയപ്പെട്ട സംഭവമാണിത്. പരിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമാണെന്ത്? ഈ സൂറത്ത്, ഈ ചെറിയ സൂറത്ത്. ഇനി നോക്കൂ. ഇമാം ഇബ്നു കസീർ പറയുകയാണ് ഫദ്ലു തക്റാരി ഖിറാഅതിഹ. ഈ സൂറത്ത് ആവർത്തിച്ചോതുന്നതിന്റെ ശ്രേഷ്ഠത. ഈ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയ ശ്രേഷ്ഠത പറഞ്ഞു, ഇതിന്റെ മറ്റു സൂറത്തുകൾ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നതിന്റെ ശ്രേഷ്ഠത നോക്കൂ. റവാ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് ഖാൽ. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അസാബനാ തശ്ശുൻ വദുൽമ. ഞങ്ങൾക്കൊരു ദിവസം ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് ഇരുട്ടും അതുപോലെ കാറ്റൊക്കെ ഉണ്ടായി. കാറ്റടിക്കുന്ന ഇരുട്ടുള്ളൊരു രാത്രി. ഫന്തളർനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ. ഞങ്ങൾ റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയായിരുന്നു, ജമാഅത്തിന് നബി വരാൻ വേണ്ടി, ഞങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുവാൻ വേണ്ടി നബി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഫഖറജ ഫഅഖദ ബിയദി. ഈ സഹാബി പറയാണ് നബി വന്നു, എന്നിട്ട് നബി എന്റെ കൈ പിടിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഫഖാൽ ഖുൽ, നീ പറയുക, ഖുൽ എന്ന് പറഞ്ഞു. ഫസക്കത്ത് പറഞ്ഞിട്ട് നബി മിണ്ടാതിരുന്നു. ഖാല ഖുൽ, വീണ്ടും പറഞ്ഞു. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു മാ അഖൂൽ, നബി എന്താണ് ഞാൻ പറയേണ്ടത്? ഖാൽ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹ് 3 തക്ഫീക കുല്ല യൗമിൻ മറതൈൻ. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, പിന്നെ മുഅവ്വിദതൈനിയും പറയുക. അതേതാ? ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. മൂന്നും കൂട്ടിയിട്ട് എന്ത് പറയും? മുഅവ്വിദാത്ത്. അപ്പൊ ഇത് 3 സൂറത്തുകളും നീ ഓതുക. എപ്പോഴൊക്കെ? ഹീന തുംസി വഹീന തുസ്ബിഹ്. ഹീന തുംസി എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാവുമ്പോൾ, ഹീന തുസ്ബിഹ് രാവിലെയും. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. തക്ഫീക കുല്ല യൗമിൻ മറതൈൻ. ഈ 2 നേരങ്ങളിലും ഇത് മതി നിനക്ക്. എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു അത് മുഖേന എന്നെ കാത്തുകൊള്ളും. രാവിലെ എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം
സുബഹി ബാങ്ക് കൊടുത്തത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. രാവിലെ എന്ന് പറയുന്ന ദിക്റുകളുടെ ഒക്കെ നേരതാണ്. വൈകുന്നേരം പറയുക എന്ന് പറയുന്ന ദിക്റുകളുടെ ഒക്കെ നേരേതാണ്. അസുർ ബാങ്ക് കൊടുത്തു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ചൊല്ലുക. മറന്നുപോയാൽ ഓർമ്മ വന്ന സമയത്ത് ചൊല്ലുക, അത് വേറെ കാര്യം. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇരുന്ന് ചൊല്ലി തീർക്കുക. സുബഹി ബാങ്ക് കൊടുത്തു മുതൽ സൂര്യൻ ഉദിക്കുന്നവരാണ് രാവിലെ ഉള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം. വൈകുന്നേരമുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം അസർ ബാങ്ക് കൊടുത്തത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സൂര്യൻ അസ്തമിച്ചാലാണ് മഗ്രിബ് ബാങ്ക്. അല്ലാഹു അലം. ഇനി നോക്കൂ, ഇതേപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൂറത്തും 3 തവണ രാവിലെ വൈകുന്നേരം ചൊല്ലാൻ പറഞ്ഞാണ്. ഈ ദുൽമത്തുള്ള ഇരുട്ടുള്ള രാത്രിയിൽ, കാറ്റടിക്കുന്ന രാത്രിയിൽ പേടിപ്പെടുത്തുന്ന ആ രംഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് സഹാബിമാരെ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. കാറ്റടിച്ചപ്പോ രാത്രി ആയപ്പോഴാണ് നബി ഒരു ഭീതി ഉണ്ടാക്കുന്ന അവസരത്തിലാണ് റസൂൽ ഇത് പറഞ്ഞത് തന്നെ. എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു ഇൻഷാ അള്ളാഹ് കാത്തുരക്ഷിക്കും. وروى أحمد عن معاذ بن أنس الجهني عن رسول الله صلى الله عليه وسلم قال. മുആദ് ബിൻ അനസ് അൽ ജുഹന്നി എന്ന് പേരുള്ള സഹാബി പറയുകയാണ്. എന്താ സഹാബിന്റെ പേര്? മുആദ് ബിൻ അനസ് അൽ ജുഹന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഹത്താ യഖ്തിമുഹാ 10 മറാത്ത്, എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുന്നതാണ്, ഒരു ഖസ്ർ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പണിതു കൊടുക്കുന്നതാണ്. ഖുൽ ഹുവല്ലാഹു എത്ര തവണ ഓതിയാൽ? 10 തവണ ഓതിയാൽ. അപ്പോ ഫഖാല ഉമർ, ഈ ഹദീസ് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ നസ്തക്സിറു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അപ്പൊ നമ്മൾ കുറെ വീണ്ടും 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 ഓതിയാലോ? 20 ചൊല്ലിയാൽ 2 കൊട്ടാരം, 30 ചൊല്ലിയാൽ 3 കൊട്ടാരം, അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ചൊല്ലിയാലോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ലാഹു അക്സർ വഅത്യബ്, അല്ലാഹു ധാരാളം ധാരാളമായി നൽകുന്നവനാണ്, നന്നായി നന്നായി നൽകുന്നവനാണ്. അള്ളാഹിന്റെ അടുത്ത് കുറഞ്ഞു പോവോ? അള്ളാഹ് പിശുക്ക് കാണിക്കുവോ? ഇല്ല, അള്ളാഹു തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീണ്ടും വീണ്ടും ഓതിയാൽ അങ്ങനെ തന്നെ അള്ളാഹു തരും. ഇതിന്റെ വേറെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കണം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കാൻ, സഹാബിന്റെ പേര് പറയാതെ ഉദ്ധരിക്കാൻ. പക്ഷേ അദ്ദേഹം വിശ്വസ്തനായതുകൊണ്ടും മറ്റ് റിപ്പോർട്ടുകളുടെ പിൻബലം അതിനുള്ളതുകൊണ്ടും ഈ സംഭവങ്ങൾ സ്ഥിരപ്പെട്ടതാണെന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നോക്കണം, സഹിഹായ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഹസനായ സംഭവങ്ങളാണ് സ്ഥിരപ്പെട്ടത്. ഇന്ന നബി അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്ത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, ഖുൽ ഹുവല്ലാഹു 10 തവണ ഓതിയാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു ഖസ്ർ പണിതു കൊടുക്കും. വമൻ ഖറഅഹാ 20, ആരെങ്കിലും 20 തവണ ഓതിയാൽ, റസൂലുള്ളാഹി പറയാം, 20 മറ ബനല്ലാഹു ലഹു ഖസ്റൈൻ ഫിൽ ജന്ന, 20 തവണ ഓതിയാൽ അല്ലാഹു അവന് 2 കൊട്ടാരം പണിതു കൊടുക്കും. വമൻ ഖറഅഹാ 30 മറ ബനല്ലാഹു ലഹു 3 ഖുസൂരിൻ ഫിൽ ജന്ന, 30 തവണ ഓതിയാൽ അല്ലാഹു അവന് 3 കൊട്ടാരം പണിതു കൊടുക്കും. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, അപ്പോഴാണ് ഉമർ ചോദിച്ചത്, ഇദൻ നുക്സിറു ഖുസൂറന, നബിയെ, എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വർദ്ധിപ്പിച്ചാലോ? ഇദൻ നുക്സിറു ഖുസൂറന, ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചാലോ? ഒരുപാട് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ, അങ്ങനെ ആയാലോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു ഔസഉ മിൻ ദാലിക്, അല്ലാഹു അതിനേക്കാളൊക്കെ വിശാലമായി നൽകുന്നവനാണ് അല്ലാഹു. അതൊക്കെ പിശുക്കുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെ തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. വേറെ എന്ത് വേണം? ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ നോക്ക്. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? കൊട്ടാരമാണ്, സ്വർഗത്തിൽ കൊട്ടാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, സ്വർഗത്തിലൊരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, രണ്ടിനും സൗത്ത് എന്ന് പറയും. സൗത്ത് ചമ്മട്ടി ഉണ്ടല്ലോ, അതിനും പറയും, ചാട്ടവാറിനും പറയും, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി അല്ലാഹു അവർക്ക് മുകളിൽ കമിഴ്ത്തിക്കളഞ്ഞു. ഒരു സൗത്ത് വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ അത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറാണത്, അല്ലെ?
അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നരകത്തിൽ കിടന്ന് കരിഞ്ഞ് അവസാനം അയാളെ മാഉൽ ഹയാത്തിൽ മുക്കി അള്ളാഹു പുറത്തെടുത്ത് അയാൾക്കപ്പോ ശരീരം തിരിച്ചു കിട്ടി. എന്നിട്ട് സ്വർഗത്തിലേക്ക് കടന്ന അള്ളാഹിനോട് ചോദിച്ച് അവസാന സ്വർഗത്തിൽ കടന്ന ആ മനുഷ്യനോട് അള്ളാഹു പറയും, നീ ആഗ്രഹിച്ചോളൂ. അപ്പൊ അയാള് ആഗ്രഹിക്കും. അപ്പൊ കിട്ടൂല. അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കും ആലോചിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ. അപ്പൊ അള്ളാഹു അയാളോട് പറയും, അവസാനം പറയും, ഫഇന്ന ലക മാ തമന്നൈത വഅശറതു അംസാലിദ് ദുനിയ. നിനക്കുള്ളത് എന്താണ്? നീ ആഗ്രഹിച്ചത് മുഴുവൻ ഈ ദുനിയാവിന്റെ 10 ഇരട്ടിയും എന്ന് പറഞ്ഞ അത്രയും വിശാലതയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നാതിക്കൽ ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു വിശാലതയുള്ളവനാണ്. ഖൈർ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും തരുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു. അല്ലാഹു പിശുക്കനല്ല. അല്ലാഹു കരീമാണ്. അല്ലാഹു ജവാദാണ്. ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ ലജ്ജയുള്ളവനാണ്. ഹയ്യുൻ അല്ല, ഹയ്യുൻ. അല്ലാഹു ലജ്ജയുള്ളവനാണ്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹയാ? അല്ലാഹു അഅലം. അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. കരീമുൻ, ഉദാരനാണ്, ധാരാളമായി നൽകുന്നവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി. ഒരടിമ അവനിലേക്ക് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കൈകൾ ഉയർത്തിയാൽ അൻ യറുദ്ദഹുമാ സിഫ്റാ, അത് ഒന്നും കൊടുക്കാതെ ശൂന്യമായി മടക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അക്ബർ. ഇനി നോക്കൂ, വഫി ഫദ്ലിഹാ ഫി ദുആഇ ബിമാ തളമ്മനത്ഹു മിനൽ അസ്മാ. ഇനി ഇമാം ഇബ്നു കസീർ പറയാണ്, ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ അതിമഹത്തായ പേരുകൾ, ആ പേരുകൾ കൊണ്ട് പ്രാർത്ഥിച്ചാലുള്ള കാര്യം എന്താണ്? നോക്കൂ, ഇമാം നസായി ഉദ്ധരിക്കുകയാണ്, അൻ ബുറൈദ അന്നഹു ദഖല മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ്. ഇമാം നസായിയുടെ റിപ്പോർട്ടാണ്. ഷെയ്ഖ് അൽബാനി ഇത് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ ഒരിക്കലൊരു പള്ളിയിൽ പ്രവേശിക്കുകയുണ്ടായി. ഫഇദാ റജുലുൻ യുസല്ലി, അപ്പോൾ അതാ ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു. യദ്ഉ, അയാൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരത്തിൽ അയാൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുകയാണ്. സുജൂദിലോ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് തശഹൂദിലെന്നാണ്. അത്തഹിയാത്തിന്റെ അവസാനം പ്രാർത്ഥിക്കാലോ, ആ സമയത്ത് പ്രാർത്ഥിക്കണം സലാം വീട്ടുന്നതിന് മുമ്പ്. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള, സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സമയമാണ്. അയാൾ പ്രാർത്ഥിക്കുകയാണ്, നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم إني أسألك بأني أشهد أن لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم الله إني أسألك ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്നി അഷ്ഹദ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാൻ. എന്താണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്? അല്ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൽ അഹദു സമദ്, നീയാണ് അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെയുള്ളവനാണ് നീ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം അൻതഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരാൻ എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇത് കേട്ടിട്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലഖദ് സഅലഹു ബിസ്മിഹിൽ അഅ്ളം അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ വഇദാ ദുഇയ ബിഹി അജാബ്. തീർച്ചയായും ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ചില പേരുകൾ കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ പേരുകളുടെ പ്രത്യേകത? അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ, ആ പേരുകൾ കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും. വഇദാ ദുഇയ ബിഹി, ആ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അജാബ്, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും. അങ്ങനെയുള്ള പേരുകൾ അടങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. അൽ അഹദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ മനുഷ്യൻ എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ എന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എന്താ അർത്ഥം? അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്നി അശ്ഹദു,
അല്ലാ ഇലാഹ ഇല്ല അൻത അൽ അഹദു സമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. അതിനുശേഷം എന്താണ് അള്ളാഹുവിനോട് വേണ്ടത് അത് ചോദിക്കുക. അങ്ങനെ ചില പേരുകളുണ്ട് അല്ലെ, യാ ഹയ്യു യാ ഖയ്യൂം, ആ പേരുകളെ കുറിച്ച് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ ശേഷം ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുള്ള വാക്കാണത്. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതിനുശേഷം ചോദിക്കുന്നതിന് അള്ളാഹു ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിൽപ്പെട്ട അതുപോലുള്ള പേരുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഇത് പറഞ്ഞതിന് ശേഷം ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം, ഏകദേശം സമയമായിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم بارك في هذا البيت وفي أهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. إن شاء الله വെള്ളിയാഴ്ച അഥവാ മറ്റന്നാൾ കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ വെച്ച് അസറിന് ശേഷമുള്ള ഒരു പൊതുപരിപാടി തീരുമാനിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പൊതുവായി പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇവിടത്തേക്ക് സാധിക്കുമെങ്കിൽ വരണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.